ഹായ് ഗായ്സ്, അപ്പം ഇന്ന് ആദ്യം സ്കൂളിൽ പോകാൻ റെഡി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല പല വീഡിയോസിനെയൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വേദമോൾ അവിടെ താഴെ ഉണ്ട്. അപ്പോൾ വേദമോൾ ഏട്ടൻ വരുന്നതും കാത്ത് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് വേദമോൾക്ക് ലീവാണ്, കാരണം മഴ ആയതുകൊണ്ട് കോഴിക്കോട് ജില്ല ലീവും ആദ്യം മലപ്പുറത്താണ്. അപ്പോൾ അവനുണ്ട്, അപ്പോൾ അവന് കുറിയൊക്കെ എടുത്ത് അമ്പലത്തിലൊക്കെ പോയി വന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നതാണ്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും ചെറുപയർ മുത്താരിപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. പിന്നെ ആദിക്ക് നമ്മളൊരു വെജ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവന് സ്കൂളിൽ കൊണ്ടുപോകാൻ വെജ് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാതെ തരക്കേടില്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ തന്നെ ഒന്ന് അവൻ്റെ വെജ് ബിരിയാണിയൊക്കെ ആക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനാണ് ഇന്നും ആക്കി കൊടുക്കുക. അപ്പോൾ ബിരിയാണി ഫ്രണ്ട്സുമാർക്കൊക്കെ നിറയെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ നിറച്ച് ആക്കുകയാണ്. പിന്നെ രാവിലെ പുട്ടും കഴിക്കുന്നുണ്ട്, വെജ് ബിരിയാണി ഉണ്ട്, രണ്ടും കഴിക്കുന്നുണ്ട്. വേദമോൾ പിന്നെ പറഞ്ഞ് അവൾക്ക് വെജ് ബിരിയാണി മാത്രം മതി. ഇത് നമ്മുടെ വീട്ടിൽ വന്നു കൂടിയ 2-3 പൂച്ചക്കുട്ടികളാണ്. എൻ്റെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവർ ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വേദയ്ക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾക്കുള്ള ഹോംവർക്കൊക്കെ അവൾ ഇരുന്ന് എഴുതുകയാണ് കേട്ടോ. കുറച്ചൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ തനി എഴുതുന്നൊക്കെ ഉണ്ട്, അങ്ങനെ ഭയങ്കരമായിട്ടില്ലെങ്കിലും ഒക്കെ എഴുതാനൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ മടി പറയാനൊന്നുമില്ല, നല്ല തരക്കേടില്ലാണ്ടൊക്കെ അങ്ങനെ ഒന്നിങ്ങനെ നല്ല പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അങ്ങനെ എഴുതുകയൊക്കെ ചെയ്യും. അങ്ങനെ എഴുതാനൊക്കെ പഠിച്ചിരിക്കുന്നു. അതുപോലെ റായും ഒക്കെ പഠിച്ചിരിക്കുന്നു. 1 2 3 ഒക്കെ കുറേശ്ശെ പഠിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ വേദൻ്റെ പണികൾ. പിന്നെ കുറച്ച് നേരം കളിക്കും, ഇത് മാത്രമേ എഴുതുള്ളൂ കേട്ടോ. വേറെ അഡീഷണൽ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അനുസരിക്കില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പോട്ടെ, കുട്ടിയല്ലേ അല്ലേ. അപ്പോൾ അങ്ങനെ വേദൻ്റെ എഴുതുന്നുണ്ട്, നല്ല ഭംഗിയിലൊക്കെ എഴുതുന്നുണ്ട്. പിന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, കാരണം മഴ കാരണമുള്ള വേദയ്ക്ക് ലീവ് കിട്ടിയത്. അപ്പോൾ നല്ല അടിപൊളി മഴയൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ എപ്പോഴും മഴ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പൊക്കെ ആണെങ്കിൽ മഴ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മഴ പെയ്യല്ലോ. പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെയല്ല, മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ പെയ്യും. അപ്പോൾ നമ്മൾ മഴയുടെ വീഡിയോ ഒക്കെ ഒന്ന് വെറുതെ എടുത്തതാണ് കേട്ടോ. ഇത് നമ്മൾ ടൂർ പോയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് റംബൂട്ടാൻ, നമ്മൾ താമസിച്ച അവിടുത്തെ റംബൂട്ടാനൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് റംബൂട്ടാനൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ വരികയൊക്കെ ചെയ്ത്. ഇപ്പോൾ അങ്ങനെ വെറുതെ ഞാൻ എൻ്റെ 3 മിനിറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിലൊക്കെ ഒന്ന് സബ് ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ അവിടെ ടൂർ പോയത് ഞാൻ പറഞ്ഞല്ലോ 3 മിനിറ്റ് വീഡിയോ ആവാത്തതുകൊണ്ട് ആവാൻ വേണ്ടിയിട്ട് ഒക്കെ ആക്കിയതാണ് കേട്ടോ. അപ്പം എന്നാൽ ശരി, ഓക്കെ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും നന്നായിരിക്കണം. ഓക്കെ, ബൈ ബൈ.